ഹലോ, നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ടൊരു അൽഫാം ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം കേട്ടോ. അതിക്ക് ചെറിയൊരു സവാള, ചെറിയുള്ളി ഒരു 5-6 ഞാനിപ്പോൾ ഇത് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, ഉണക്കമുളക്, പിന്നെ മല്ലിച്ചപ്പും പുതിനയും, പിന്നെ ഗരം മസാല, ചെറിയ ജീരകം, വലിയ ജീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് പൊടിക്കാത്ത ഗ്രാമ്പൂ, പട്ട, പിന്നെ കുറച്ച് ചിക്കൻ മസാല, പിന്നെ തൈര്. നമ്മൾ തൈരില്ലേ, കുറച്ച് തൈര് വേണം. ഇതെല്ലാം കൂടെ മിക്സിയിൽ നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ കളർ, ഞാനിപ്പോൾ ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കളർ ഇട്ടാൻ വേണ്ടിയിട്ട് ചേർക്കണം എന്നൊരു നിർബന്ധമില്ല. കളറും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ ഉപ്പും മസാലയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ അതിലോട്ടിടുക. ഞാൻ അതിന് മുളകും പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ചേർക്കാൻ മറന്നിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 3 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഫ്രിഡ്ജിലാണെങ്കിൽ ഇതിലേറെ വെക്കാം, ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല. ഒരു 3 മണിക്കൂർ എങ്ങനെയായാലും ചുരുങ്ങിയത് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെടുത്ത് ഗ്രില്ലിൽ, നമ്മൾ ഓവൻ്റെ ഗ്രില്ലുമ്മേ ഓയിൽ തേച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ എനിക്കിത് വേവിക്കാൻ വേണ്ടി 1 ഹവറൊക്കെ എടുത്തു കേട്ടോ. എല്ലാവരും പറഞ്ഞ് 40 മിനിറ്റ് എന്നല്ല, 1 ഹവറിന് പിന്നെ ഒരു 10 മിനിറ്റും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ട് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പ്ലീസ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. പിന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.